കേരളത്തിന്റെ കുറ്റകൃത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ദുരൂഹത നീക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേരള പോലീസ്. മറ്റൊന്നുമല്ല, സുകുമാരക്കുറുപ്പിന്റെ തിരോധാനമാണ്. ഇന്നും പിടികിട്ടാപ്പുള്ളിയായിരിക്കുന്ന കേരള പോലീസിനെ നാണം കെടുത്തുന്ന സുകുമാരക്കുറുപ്പ് എവിടെയെന്ന ചോദ്യത്തിനു കൂടിയാണ് ഉത്തരവും കണ്ടെത്തേണ്ടി വരുന്നത്. സുകുമാരക്കുറുപ്പിന് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനാണ് വീണ്ടും ക്രൈംബ്രാഞ്ച് ഒരുങ്ങുന്നത് എന്നതാണ് സൂചന. പക്ഷേ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ എന്ന തരത്തിൽ വിലയിരുത്താൻ കഴിയുമോ എന്നതാണ് സംശയമുള്ള കാര്യം. പോലീസിൻ്റെ ഡയറിയിൽ ഇതുവരെയും ഈ കേസ് ക്ലോസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചില ത്രെഡുകൾ കിട്ടിയാൽ സ്വാഭാവികമായും അന്വേഷിച്ച് ചെല്ലേണ്ടതാണ്. ഈ കേസിലെ മറ്റെല്ലാവരെയും പിടികൂടിയെങ്കിൽ കൂടിയും അന്ന് ഒളിവിൽ പോയ സുകുമാരക്കുറുപ്പ് ഇപ്പോഴും എവിടെയെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. രഹസ്യ അന്വേഷണത്തിലാണ് വീണ്ടും ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കം. കുറുപ്പ് എവിടെ പോയി എന്നത് 42 വർഷം നീണ്ട ഒരു ദുരൂഹതയാണ്. ഇൻഷുറൻസ് തട്ടിയെടുക്കാനായി സുഹൃത്തിനെ ചുട്ടുകൊലപ്പെടുത്തുകയായിരുന്നു കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. വർഷങ്ങളായി മരവിച്ച കേസാണ് ക്രൈംബ്രാഞ്ച് പുനഃപരിശോധിക്കുന്നത്. കേരള പോലീസിൻ്റെ പട്ടികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പിടികിട്ടാപ്പുള്ളിയാണ് സുകുമാരക്കുറുപ്പ്. IG അജിത ബീഗത്തിൻ്റെ നേതൃത്വത്തിൽ കേസിൻ്റെ പരിശോധന വീണ്ടും ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകതയുള്ള വാർത്ത, ഏറ്റവും ഗൗരവമുള്ള വാർത്ത. വിനോദ് നമുക്കൊപ്പമുണ്ട്. വിനോദ്, സുകുമാരക്കുറുപ്പ് ആര് എന്ന കാര്യം ഒരുപക്ഷെ പുതിയ തലമുറയിലുള്ള ആർക്കും അറിയില്ല. പക്ഷേ പഴയ തലമുറയിലൊക്കെ ഇന്നും കുറുപ്പ് എവിടെ എന്ന ചോദ്യം എല്ലാവരെയും ഏറെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന ഒരു കാര്യമാണ്. കേരള പോലീസ് രാജ്യത്ത് തന്നെ വലിയ വിജയങ്ങൾ നേടിയ ഒരു കുറ്റാന്വേഷണ സംഘമാണ്, മികച്ച നേട്ടങ്ങൾ കൊയ്തതാണ്. പക്ഷേ കുറുപ്പ് കേസിൽ കേരള പോലീസിനും പിഴച്ചു. കുറുപ്പ് എവിടെ എന്നതിൽ വ്യക്തത ഉണ്ടായിട്ടില്ല. എന്താണ് ഇപ്പോൾ ഈ കേസിൽ ഇങ്ങനെ ഒരു അന്വേഷണം വരുന്നതിൻ്റെ കാരണം? എന്തെങ്കിലും സൂചനകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ പോലീസ് വീണ്ടും അന്വേഷണ നീക്കത്തിലേക്ക് വരുന്നത്, അതോ ഒരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണോ? ഇത് കേരളത്തിൻ്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രമാദമായ കേസുകളിൽ ഒന്നാണ് ഈ ചാക്കോ വധവും സുകുമാരക്കുറുപ്പിൻ്റെ തിരോധാനവും. ഈ കേസുമായി ബന്ധപ്പെട്ട് സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയ തലമുറയിലെ കുട്ടികൾ പലരും ഒരുപക്ഷെ കേട്ടിട്ട് പോലും ഉണ്ടാകില്ല. 42 വർഷം മുൻപാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഇപ്പോൾ ഈ കേസിൻ്റെ പുനരന്വേഷണം വരുന്ന സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കണം. കഴിഞ്ഞ ദിവസമാണ് 40 വർഷത്തിന് ശേഷം ഒരു കൊലപാതകയെ, അളിയനെ കൊന്ന വ്യക്തിയെ കൊല്ലം പോലീസ് പിടികൂടുന്നത്. ഈ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഇങ്ങനൊരു പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക്. 40 വർഷമായ കുറ്റവാളിയെ പിടിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് സുകുമാരക്കുറുപ്പിനെ തിരഞ്ഞുകൂടാ? ഇപ്പോൾ സുകുമാരക്കുറുപ്പിന് ഏതാണ്ട് 75-നടുത്ത് പ്രായം വരും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ സാധ്യതകൾ മുന്നിലുണ്ട് പോലീസിനെ സംബന്ധിച്ച്. ആ വഴിക്ക് നീങ്ങാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. മാവേലിക്കര കോടതിയിലാണ് ഈ കേസ് നേരത്തെ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. പല കുറി അന്വേഷണം മുന്നോട്ട് പോയിരുന്നു. ഇന്റർപോളിൻ്റെ വരെ സഹായം നേടിയ കേസാണ്. പക്ഷേ ഒരു ഘട്ടത്തിലും സുകുമാരക്കുറുപ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെട്ടോ അല്ലെങ്കിൽ മരിച്ചോ എന്ന കാര്യമൊന്നും തന്നെ സ്ഥിരീകരിക്കാൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ കേസിൻ്റെ നാൾ വഴി കൂടി നമ്മളൊന്ന് പരിശോധിക്കണം സജിത്ത്. വളരെ ആസൂത്രിതമായി നടന്ന ഒരു കൊലപാതകമാണ്. ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടി നടത്തിയ ഒരു കൊലപാതകം. സുകുമാരക്കുറുപ്പ് നേരത്തെ UAE-യിൽ ഒരു പെട്രോളിയം കമ്പനിയിൽ ജോലി നോക്കുകയായിരുന്നു. അവിടെ വെച്ച് അന്നത്തെ ഏതാണ്ട് 30 ലക്ഷം രൂപയ്ക്ക് അടുത്തു വരുന്ന ഇൻഷുറൻസ് അദ്ദേഹം സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം നാട്ടിലേക്ക് വരികയാണ്. നാട്ടിൽ വരുമ്പോൾ അളിയൻ ഭാസ്കരപിള്ളയുമായി ചേർന്നാണ് ആദ്യത്തെ ഈ ഗൂഢാലോചന നടത്തുന്നത്. ഇവരുടെ ഡ്രൈവറായിരുന്ന പൊന്നപ്പൻ, അതോടൊപ്പം തന്നെ കുറുപ്പിനോടൊപ്പം ഗൾഫിൽ നിന്ന് വന്ന സാഹു എന്ന ആൾ, ഈ 4 പേരുമാണ് ഈ കേസിലെ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇവർ ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തുന്നു. അതായത് കുറുപ്പ് മരിച്ചാൽ അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു തുക, 42 വർഷം മുൻപുള്ള തുകയാണ്. അപ്പോൾ അതിൻ്റെ മൂല്യം നമ്മൾ കണക്ക് കൂട്ടണം. അത്രയും ഭീമമായ തുക അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ലഭിക്കും. ആ പണം ഇവർക്ക് പങ്കിട്ടെടുക്കാം എന്നൊരു ധാരണയിലേക്കാണ് എത്തുന്നത്. തുടർന്ന് സുകുമാരക്കുറുപ്പ് ഇവിടെ വരുന്നു. തൻ്റെ അതേ രൂപപ്രകൃതിയുള്ള ഒരാളിന് വേണ്ടിയുള്ള തിരച്ചിലാണ്. അതിന് പല വഴികൾ അവർ തേടുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു. അവിടെ ഒരു മൃതദേഹം സംഘടിപ്പിക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കുന്നു. പക്ഷേ ഫോർമാലിൻ്റെയൊക്കെ തന്നെ അംശമുള്ളത് കൊണ്ട് പോസ്റ്റ്മോർട്ടത്തിൽ അത് ബുദ്ധിമുട്ടാകുമെന്ന് കണ്ടതോടുകൂടി ആ വഴി ഉപേക്ഷിച്ചു. പിന്നീട് കൊല്ലത്തെ ഒരു ആലപ്പുഴയിലെ ശ്മശാനത്തിലേക്ക് എത്തുകയാണ്. അവിടെ ഒരു ബോഡി കിട്ടുമോ എന്ന് ഈ ശ്മശാനം നടത്തിപ്പുകാരനോട് ചോദിക്കുന്നു. പക്ഷേ അദ്ദേഹം ഇവരുടെ ഈ ഗൂഢാലോചനയ്ക്ക് വഴങ്ങുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിന് ഒപ്പം നിൽക്കുന്നില്ല. അങ്ങനെ ആ പദ്ധതിയും ഉപേക്ഷിച്ചു. പിന്നീടാണ് ഒരാളെ കൊലപ്പെടുത്തുക എന്ന ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. അങ്ങനെ കുറുപ്പിൻ്റെ രൂപസാദൃശ്യമുള്ള ഒരാളെ കണ്ടെത്തുക. അങ്ങനെയാണ് ചാക്കോ ഇവർക്ക് മുന്നിലേക്ക് വരുന്നത്.
ഫിലിം വിതരണ കമ്പനിയുടെ പ്രതിനിധിയാണ്. അദ്ദേഹം രാത്രി, അതായത് 84 1984 ജൂൺ 21 രാത്രി ആണ് ഈ ജനുവരി 21 രാത്രിയാണ് അദ്ദേഹത്തെ ഇവർ കണ്ടുമുട്ടുന്നത്. അതിനു മുൻപ് ഇവർ കൽപ്പകവാടി ബാറിലേക്ക് പോവുകയാണ്. അവിടെ ഒരു സപ്ലയർ ഉണ്ട്. ആ ബേററെ ഏതാണ്ട് കണ്ടു കഴിഞ്ഞാൽ സുകുമാരക്കുറുപ്പിൻ്റെ രൂപസാദൃശ്യമുള്ള ആളാണ്. ഈ ബേററെ തപ്പിയാണ് ആദ്യം അവിടെ ചെല്ലുന്നത്. പക്ഷേ തലനാരിഴയ്ക്ക് അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ഇവരുടെ ഈ ഗൂഢാലോചനയുടെ ഇരയാകേണ്ടിയിരുന്ന ആദ്യത്തെ ആൾ അദ്ദേഹമായിരുന്നു. പക്ഷേ അദ്ദേഹം അവിടെ നിന്ന് മാറിപ്പോകുന്നു, ചില സാഹചര്യങ്ങൾ കൊണ്ട് മാറിപ്പോകുന്നു. തുടർന്നാണ് ഇവർ വാഹനത്തിൽ സഞ്ചരിക്കുകയും കരുവാറ്റയിൽ വെച്ച് ഇദ്ദേഹത്തെ ചാക്കോയെ കാണുകയും ചെയ്യുന്നത്. തുടർന്ന് ചാക്കോയെ വാഹനത്തിൽ കയറ്റി മാവേലിക്കര ഭാഗത്തേക്ക് പോകുന്നു. അവിടെ പോകുന്ന വഴിയിൽ ചാക്കോയ്ക്ക് മദ്യം നൽകുന്നു, വിഷം കലർത്തിയ മദ്യം നൽകുന്നു. ചാക്കോയെ പിന്നീട് കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ്. ഭാസ്കരപിള്ളയാണ് ഈ കൊലപാതകം നടത്തുന്നത്. അതിനുശേഷം ഈ കാർ നേരെ സുകുമാരക്കുറുപ്പിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ച് മുഖവും ചില ശരീരഭാഗങ്ങളും ഒക്കെ തന്നെ ഇവർ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു, വികൃതമാക്കുന്നു. അതിനുശേഷം സുകുമാരക്കുറുപ്പിൻ്റെ വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നു. ഈ കാറിൽ മൃതദേഹവുമായി വീണ്ടും സഞ്ചരിച്ച് ഒരു വയലിന് സമീപമെത്തി ഈ വയലിലേക്ക് വാഹനം തള്ളിയിടുകയും വാഹനത്തിന് പുറത്തും അകത്തും പെട്രോൾ ഒഴിച്ച ശേഷം വാഹനത്തിന് തീയിടുകയും ചെയ്യുന്നു. മറ്റൊരു കാറിൽ ഈ കൊലപാതകം നടത്തിയ ആളുകൾ അവിടെ നിന്ന് മടങ്ങുകയും ചെയ്യുന്നു. പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കാർ കത്തുന്നത് കണ്ട് നാട്ടുകാർ പോലീസിനെ അറിയിക്കുന്നു. DYSP ഹരിദാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തുന്നു. ഈ ഒറ്റ നോട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് ചില സംശയങ്ങൾ തോന്നുന്നുണ്ട്. കാരണം അവിടെ ഒരു ഗ്ലൗസും കന്നാസും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാർ കത്തിച്ചതാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. നമ്പർ പ്ലേറ്റിന് വലിയ തകരാറുണ്ടായിരുന്നില്ല. ഈ നമ്പർ പ്ലേറ്റ് പരിശോധിക്കുമ്പോൾ ഭാസ്കരപിള്ളയുടെ പേരിലുള്ള കാറാണെന്നും, അതായത് കുറുപ്പിൻ്റെ അളിയൻ്റെ പേരിലുള്ള കാറാണെന്നും, അത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കുറുപ്പിന് വിറ്റു എന്നും തെളിയുന്നു. അങ്ങനെയെങ്കിൽ സഞ്ചരിച്ചത് കുറുപ്പ് തന്നെ എന്ന് സ്ഥിരീകരിക്കണം. അതിനുവേണ്ടി തന്നെയാണ് അങ്ങനെ ഒരു രജിസ്ട്രേഷനിൽ മാറ്റമൊക്കെ തന്നെ ഈ കൊല ആസൂത്രണം ചെയ്ത് അവർ നടപ്പാക്കിയത്. പക്ഷേ ഈ 2 പോലീസുകാരെ കുറുപ്പിൻ്റെ വീട്ടിലേക്ക് വിടുകയാണ്. ഈ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീട്ടുകാരെ അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ അവർക്ക് വലിയ ഭാവഭേദം ഉണ്ടാകുന്നില്ല. കുറുപ്പ് മരിച്ചു എന്നറിഞ്ഞിട്ടും വലിയ ഭാവഭേദം ഉണ്ടാകുന്നില്ല. മാത്രമല്ല പിന്നീട് പോലീസ് ചെല്ലുമ്പോൾ അവിടെ ഈ മാംസാഹാരങ്ങളൊക്കെ പാചകം ചെയ്യുന്നു എന്ന വിവരമൊക്കെയാണ് പിന്നീട് പുറത്തു വന്നത്. അതായത് ഒരു മരണ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ല. മാത്രമല്ല ഭാസ്കരപിള്ളയാകട്ടെ ഈ ഫുൾ സ്ലീവ് ഷർട്ട് ധരിച്ചിരിക്കുകയായിരുന്നു. അതിൽ DYSP ഹരിദാസിന് ചില സംശയം തോന്നുകയും ഈ ഷർട്ടിൻ്റെ ഭാഗം ഉയർത്താൻ പറയുകയും ചെയ്യുന്നു. അപ്പോൾ കൈമുട്ടിൽ പൊള്ളലേറ്റ പാടുകൾ കാണുന്നു. അത് 24 മണിക്കൂർ തികയാത്ത മുറിപ്പാടാണെന്ന് DYSPക്ക് മനസ്സിലാകുന്നു. തുടർന്ന് വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഭാസ്കരപിള്ള പറയുന്നത്, തൻ്റെ അളുജനായ കുറുപ്പ് തനിക്ക് വിസ നൽകാമെന്ന് പറഞ്ഞ് 50,000 രൂപ വാങ്ങുകയും പിന്നീട് ഗൾഫിലേക്ക് കൊണ്ടുപോയില്ല. ആ വൈരാഗ്യത്തിൽ കുറുപ്പിനെ കൊലപ്പെടുത്തിയെന്ന് കുറ്റസമ്മതം നടത്തുന്നു. പക്ഷേ പോലീസ് അതും വിശ്വസിക്കുന്നില്ല. ഒരാഴ്ച കഴിയുമ്പോൾ, ഏതാണ്ട് 10 ദിവസത്തിനടുത്താകുമ്പോൾ, ചാക്കോയെ കാണാതായതുമായി ബന്ധപ്പെട്ട് ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഒരു മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യുകയാണ്. അതോടുകൂടി പോലീസിന് കൂടുതൽ സംശയമാകുന്നു. ചാക്കോയുടെ വീട്ടിലെത്തുന്നു. ഈ മൃതദേഹവുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധനകൾ, അത് തലയോട്ടി ഉൾപ്പെടെ, മൃതദേഹം പുറത്തെടുത്തുള്ള പരിശോധനയാണ്. തലയോട്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും പരിശോധിക്കുന്നു. ഒരു കാലിൻ്റെ എല്ലിൻ കഷ്ണം മുറിച്ചെടുത്ത് പ്രത്യേകിച്ചൊരു കാലുണ്ടാക്കി ചാക്കോയുടെ ഒരു ചെരുപ്പ് അതിൽ ഇടിവിച്ച് നോക്കുന്നു. അപ്പോൾ അത് പാകമാകുന്നു. അങ്ങനെ ഈ മരിച്ചത് ചാക്കോ തന്നെ എന്ന് സ്ഥിരീകരിക്കുകയാണ്. ഇതിൽ സാഹു പിന്നീട് ചോദ്യം ചെയ്യലിൽ മാപ്പ് സാക്ഷിയാകുന്നു. എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു. ഭാസ്കരപിള്ളയെയും പൊന്നപ്പനെയും, ഡ്രൈവർ പൊന്നപ്പനെയും ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ഒടുവിൽ പൊന്നപ്പൻ ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്ന് ആത്മഹത്യ ചെയ്തു. ഇങ്ങനെയാണ് ഈ കേസിൻ്റെ ഒരു നാൾ വഴി. ഇതിനിടയിൽ പലപ്പോഴായി കേരള പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ മുംബൈയിലും ഡൽഹിയിലും കൊൽക്കത്തയിലും അടക്കം രാജ്യത്തിന് പുറത്തും അകത്തുമൊക്കെയായി പല തവണ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് ശ്രമിച്ചിരുന്നു. വലിയ തുക, ഒരുപക്ഷെ കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ TA എഴുതിയെടുത്തത് ഈ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ യാത്ര ചെയ്തതുമായി ബന്ധപ്പെട്ടാണെന്നൊക്കെ പോലീസിനുള്ളിലുള്ള ഒരു സംസാരമുണ്ട്. അങ്ങനെ ഒരു പോലീസുകാർക്കിടയിൽ പോലും അങ്ങനെ ഒരു സംസാരമുള്ള കാര്യമാണ്. അതവർ കുറച്ച് തമാശ കൂടി കലർത്തി പറയുന്ന കാര്യമാണ്. പക്ഷേ അത്രയും നാൾ സഞ്ചരിച്ചിട്ടും കുറുപ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ചില ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞത് കുറുപ്പ് തങ്ങളുടെ കൈ അകലത്തിലെത്തിയിരുന്നു, പലപ്പോഴും പിടികൂടുന്ന ഒരു ഘട്ടം വരെ എത്തിയിരുന്നു. പക്ഷേ അവിടെയെല്ലാം തന്നെ കുറുപ്പ് മിസ്സായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയാണ് ഇപ്പോൾ വീണ്ടും ഒരു അന്വേഷണത്തിന് അജിതാ ബീഗത്തിൻ്റെ നേതൃത്വത്തിൽ തുടക്കമാകുന്നത്. സഹിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.